മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുള്ള പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ക്ഷേത്രം. ചെറിയൊരു കുന്നിൻ മുകളിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും ദേവിക്കാണ് പ്രാധാന്യം. 4 കവാടങ്ങളുള്ള ഈ ക്ഷേത്രത്തിൽ വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയും കിഴക്ക് ദർശനമായി ശിവനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലും കൊടിമരമുണ്ട്. ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെ: സൂര്യവംശത്തിലെ രാജാവായിരുന്ന മാന്ധാതാവ് രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് മഹർഷിയായി ഭാരതം മുഴുവൻ സഞ്ചരിച്ച് അങ്ങാടിപ്പുറത്തെത്തുകയും ഇവിടുത്തെ വനസൗന്ദര്യവും ശാന്തതയും കണ്ട് ആകൃഷ്ടനായി ഇവിടെ ഇരുന്ന് ശിവനെ തപസ്സനുഷ്ഠിച്ചു. തപസ്സിൽ പ്രസാദവാനായ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ഏത് ആഗ്രഹവും ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലുതും മനോഹരവുമായ ശിവലിംഗമാണ് തനിക്ക് വേണ്ടതെന്ന് മഹർഷി ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗം ശ്രീപാർവതിയുടെ കയ്യിലാണെന്ന് അറിയാവുന്ന ശിവൻ ധർമ്മസങ്കടത്തിലായി. ഒടുവിൽ പാർവതി അറിയാതെ ഈ ജ്യോതിർലിംഗം ശിവൻ മഹർഷിക്ക് സമ്മാനിച്ചു. ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ആരാധിച്ചിരുന്ന വിഗ്രഹമായിരുന്നു ഇത്. ജ്യോതിർലിംഗം നഷ്ടപ്പെട്ടതായി അറിഞ്ഞ പാർവതിയുടെ കോപത്തിൽ നിന്ന് ഭദ്രകാളി പ്രത്യക്ഷപ്പെടുകയും നഷ്ടപ്പെട്ട ശിവലിംഗം തിരിച്ചു കൊണ്ടുവരാൻ പാർവതിയുടെ അഭ്യർത്ഥന പ്രകാരം ഭദ്രകാളിയും ശിവഗണങ്ങളും പുറപ്പെട്ടു. മഹർഷിയെ അനുനയിപ്പിച്ച് ജ്യോതിർലിംഗം വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതോടെ ശിവഗണങ്ങൾ മഹർഷിയുടെ ആശ്രമം ആക്രമിച്ചു. മഹർഷിയുടെ ശിഷ്യന്മാർ കാട്ടുപഴങ്ങൾ പെറുക്കിയെറിഞ്ഞു. കാട്ടുപഴങ്ങൾ ഓരോ ശിവലിംഗമായി ശിവഗണങ്ങളുടെ മുകളിൽ വീഴുകയും ശിവഗണങ്ങൾ തിരിഞ്ഞോടുകയും ചെയ്തു. അപ്പോൾ ഉഗ്രരൂപം പൂണ്ട ഭദ്രകാളി ബലമായി ശിവലിംഗം എടുത്തുകൊണ്ടുപോവാൻ ശ്രമിക്കുകയും മഹർഷിയുമായ മൽപ്പിടുത്തത്തിൽ ജ്യോതിർലിംഗം 2ആയി പിളരുകയും ചെയ്തു. അങ്ങനെ മഹർഷിയുടെ ഭക്തിയിൽ സംപ്രീതനായി മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവപാർവതിമാരും പ്രത്യക്ഷപ്പെട്ട് മഹർഷിയെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇവിടെ ഭദ്രകാളി സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ട് കുടികൊള്ളാമെന്നും ശ്രീമൂലസ്ഥാനത്ത് ശിവലിംഗം ഇന്നും പിളർന്ന രീതിയിൽ കാണപ്പെടുന്നു. ഇന്നും ഈ ക്ഷേത്രത്തിൽ കാട്ടുപഴങ്ങൾ അഥവാ ആട്ടങ്ങയേറ് ആചരിച്ചു പോരുന്നു. മഹർഷിയുടെ ശിഷ്യന്മാർ ഭൂതഗണങ്ങളെ തോൽപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഇത് നടത്തിപ്പോരുന്നത്. തുലാമാസം 1-ാം തീയതിയാണ് ഇത് ആചരിക്കുന്നത്. തെക്കേ നടകയറി വരുമ്പോൾ കിഴക്ക് അഭിമുഖമായി കാണുന്ന ശ്രീമൂലസ്ഥാനത്ത് വേണം ആദ്യം തൊഴാൻ. തുടർന്ന് ഗണപതിയെയും അത് കഴിഞ്ഞ് വടക്കേ നടയിലെ ബലിക്കൽപുരയിലൂടെ നാലമ്പലത്തിൽ കയറി ദേവിയെയും ശിവനെയും തൊഴുത് പുറത്തിറങ്ങാം. തിരുമാന്താംകുന്നിലമ്മയുടെ വിഗ്രഹം 6 അടിയോളം ഉയരമുള്ള വരിക്കപ്പിലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാതൃശിലയിൽ സപ്തമാതാക്കളെയും ചാന്താട്ടം എല്ലാ വർഷവും നടത്തുന്നത് കൊണ്ടാണ് വിഗ്രഹം കറുത്ത രൂപത്തിൽ കാണപ്പെടുന്നത്. തിരുമാന്താംകുന്നിലെ ഗണപതിക്ക് നടത്തുന്ന പ്രധാന വഴിപാടാണ് മംഗല്യപൂജ. മംഗല്യ തടസ്സം മൂലം വിഷമിക്കുന്നവർ ഇവിടെ മംഗല്യപൂജ ചെയ്താൽ 2ാമത്തെ മംഗല്യപൂജയ്ക്ക് മുമ്പ് വിവാഹം നടക്കും എന്ന് വിശ്വാസം. മംഗല്യപൂജ വർഷത്തിൽ 1 വീതം 3 വർഷം തുടർച്ചയായി നടത്തണം. ജാതിമത ഭേദമന്യേ ആർക്കും ഈ പൂജ നടത്താം. എല്ലാ ആഴ്ചയിലെ ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ഇത് നടത്തുന്നത്. മംഗല്യപൂജയ്ക്ക് രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിലെത്തി പൂജ കഴിഞ്ഞ് പ്രസാദവുമായി വേണം മടങ്ങാൻ. മംഗല്യപൂജ മുൻകൂറായി ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വസൂരി പോലെയുള്ള മാറാരോഗങ്ങൾ നിലനിന്ന കാലത്ത് ഇവിടെ ദേവീ ഭജനം നടത്തിയാൽ രോഗം ഭേദമാകുമെന്നും പൂന്താനത്തിന് രോഗം വന്നപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് രോഗം മാറുകയും ചെയ്തു. പൂന്താനത്തിന്റെ ഇല്ലത്ത് പൂജാമുറിയിൽ ഇപ്പോൾ തിരുമാന്താംകുന്നിലമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരു കാലത്ത് മൃഗബലിയും ഗുരുതിയും ഉണ്ടായിരുന്ന ക്ഷേത്രമാണിത്. തിരുമാന്താംകുന്നിലമ്മയോട് പിണങ്ങിപ്പോയ സഹോദരിയാണ് കൊടുങ്ങല്ലൂരമ്മയെന്നും ഇവിടെ ദർശനം നടത്തി മടങ്ങുന്നവർ കൊടുങ്ങല്ലൂരിൽ ദർശനം നടത്തരുതെന്നും വിശ്വാസമുണ്ട്. ക്ഷേത്രം രാവിലെ 5 മണിക്ക് തുറന്ന് 11:30 വരെയും വൈകുന്നേരം 4:30 തുറന്ന് രാത്രി 8 മണി വരെയുമാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.